തിരുവനന്തപുരം കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനലിൽ സർവീസ് നടത്താനെത്തിയ ബസ്സുകളെ തടഞ്ഞ് സമരാനുകൂലികൾ. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് തമ്പാനൂരിലെത്തിയ ബസ്സുകളെയാണ് സർവീസ് നടത്താൻ അനുവദിക്കാത്തത്. തമ്പാനൂരിൽ നിന്നും വി.എസ്. അനന്തു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഇന്ന് പണി മുടക്കുന്നില്ല, സർവീസ് നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അതിന് വളരെ വിപരീതമായ ഒരു കാര്യമാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ പലയിടത്തും തടയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് വന്ന കുറച്ചുപേരെ സർവീസ് നടത്താൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം? സാറേ, നിലവിൽ ഞങ്ങൾ രാവിലെ നെയ്യാറ്റിൻകര ഡിപ്പോയിലുള്ളവരാ. നെയ്യാറ്റിൻകരയിൽ നിന്ന് സർവീസ് അയച്ചതിന് പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ കായംകുളം സർവീസ് വന്നവരാ. അപ്പോൾ 4:30 മണിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവർമാർ വണ്ടി തടഞ്ഞിട്ട് വണ്ടി വിടുന്നില്ല. അതായത് ഇവിടുത്തെ യൂണിയന്റെ നേരത്തെ നിൽക്കുന്നവർ, സമരാനുകൂലിയർ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ വണ്ടി പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടക്കുക. അതുപോലെ ഈ സമയം വരെ ഞങ്ങളുടെ നാഗർകോവിൽ സർവീസ് പോയിട്ട് വന്നതാണ്. അതാ വന്ന സർവീസ് നാഗർകോവിൽ പോയിട്ട് വന്നതാണ്. ആളുമായിട്ട് വന്ന നാഗർകോവിൽ നിന്ന് എടുത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ മന്ത്രി ഇന്നലെ പറഞ്ഞു സമരം നടത്തുന്നില്ല, നമ്മുടെ യൂണിയൻകാർ ഇതിൽ സഹകരിക്കും, നാളെ വാഹനം ഓടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാറ് വിളിച്ചപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും തിരിഞ്ഞൊന്നും നോക്കില്ല. എന്നും വരുന്നത് പോലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നു. ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മാനേജ്മെന്റിന്റെ മന്ത്രി പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. നമുക്കിപ്പോൾ സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് സാറ് പറയുന്നത് നമുക്ക് ചെയ്യണമല്ലോ. അതിന് പ്രകാരം നമ്മൾ ചെയ്തതാണ്. കാരണം സാറ് പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിത് ഏറ്റെടുത്ത് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഇതെല്ലാവരും നെയ്യാറ്റിൻകരയിലുള്ളവരാണ്. ഏകദേശം 42 സർവീസ് അവിടെ നടത്തിയെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി എന്തായാലും എസ്.എമ്മിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് നിർദ്ദേശം കിട്ടുമോ അതിന് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കായംകുളത്തേക്ക് പോകാൻ പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ തിരിച്ച് നെയ്യാറ്റിൻകര പോകാൻ പറഞ്ഞാൽ അവിടെ പോകണം. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ ഈ രേഖകളൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് തിരിച്ചു തരാത്ത അങ്ങനെ ഇതിൽ സാഹചര്യം? അല്ല, ഞങ്ങളിവിടെ രാവിലെ 6:10 ഇവിടെ ഞങ്ങൾ എത്തിയതാണ്. അപ്പോഴവിടെ ടൈം വെക്കണം. ടൈം വെച്ചിട്ട് വേബിൽ അവിടെ വാങ്ങി വെച്ചു. പക്ഷെ ആ വേബിൽ തിരിച്ചു തന്നാൽ മാത്രമേ അടുത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ വണ്ടിയിലാണെങ്കിൽ കുറെ യാത്രക്കാരുണ്ടായിരുന്നു, ഫുള്ള് യാത്രക്കാരുണ്ടായിരുന്നു. ആ യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചർ സമയം വെച്ച് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കുളച്ചിൽ പോകാൻ പറ്റുള്ളൂ. കുളച്ചൽ സർവീസാണ് ഇവിടെ പോകേണ്ടത്. 6:20 പോകേണ്ട സർവീസാണ്. ഒരു വണ്ടി ഫുള്ള് ആളുണ്ടായിരുന്നു. ആളെല്ലാം ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയാണ്. പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇന്നലെ ഈ ബാത്റൂം അടച്ചിടുന്ന പറഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ സമരക്കാർ വന്ന് എല്ലാവർക്കും അടയ്ക്കാൻ പറഞ്ഞു. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ചേട്ടനും പറഞ്ഞു ഞങ്ങളടുത്ത് അടയ്ക്കാൻ പറഞ്ഞു, തുറക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോലും പറ്റിയില്ല. ഇനി അങ്ങോട്ട് പോകുന്ന എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. തീർച്ചയായും എന്തായാലും ഈ സമര അനുകൂലികൾ ഈ ബാത്റൂം അടക്കം അടച്ചിട്ട് പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവർ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഇവരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ് നിലവിൽ തുടരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി.എസ്. അനന്തു, ദൂരദർശൻ ന്യൂസ്.